സിനിമാ സംവിധായകൻ സംഗീത് ലൂയിസ് കൊലപാതക കേസിൽ അറസ്റ്റിലായി. കുണ്ടറ പേരയത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2013 പേരയം സ്വദേശി ദീപു എന്ന യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിലാണ് സിനിമാ സംവിധായകൻ സംഗീത് ലൂയിസ് പോലീസ് പിടിയിലായത്. കുണ്ടറ പേരയത്ത് വെച്ച് സംഗീതും ജിജി മിറാണ്ടയും ചേർന്ന് ദീപുവുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് മൂവരും ചേർന്ന് കല്ലെറിഞ്ഞും മർദ്ദിച്ചും അവശനാക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി ദീപുവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ ജീപ്പിൽ നിന്നിറങ്ങി ഓടി കായലിൽ ചാടുകയായിരുന്നു. പിന്നീട് ദീപുവിന്റെ മൃതശരീരമാണ് ലഭിച്ചത്. മർദ്ദനമേറ്റാണ് ദീപു മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൂവരെയും പ്രതിയാക്കി പോലീസ് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ ജിജി മിറാണ്ടയെ മാത്രം പോലീസ് പിടികൂടി. സംഗീത് ഒളിവിൽ പോവുകയും ചെയ്തു. മുഖത്തലയിൽ സ്വന്തം ഇലഞ്ഞിക്കാവ് എന്ന സിനിമ സംവിധാനം ചെയ്യുന്നതിനിടെ കൊട്ടിയം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കുണ്ടറ പോലീസിന് കൈമാറുകയായിരുന്നു. സംഗീതിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവരും മദ്യപന്മാരുമൊക്കെ ഇനി കുടുങ്ങും. മോട്ടോർ വാഹന വകുപ്പ് 7 സ്പീഡ് റേസറുകളാണ് നിരത്തിലിറക്കിയിരിക്കുന്നത്. നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരെയൊക്കെ ഇനി കൈയോടെ പിടികൂടും. ഇതിനായി 7 സ്പീഡ് റേസറുകളാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീഡ് റേസറുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാത്രിയിലും ചിത്രീകരണ ശേഷിയുള്ള ഇൻഫ്രാറെഡ് ക്യാമറയാണ് നിരീക്ഷണം നടത്തുന്നത്. ഈ ക്യാമറയ്ക്ക് 1.5 കിലോമീറ്റർ ദൂരെ നിന്നും വരുന്ന വാഹനത്തിന്റെ വേഗത കണക്കാക്കാനാകും. 360 ഡിഗ്രി തിരിയാൻ കഴിയുന്ന ക്യാമറ റോഡിൽ പോകുന്ന മുഴുവൻ വാഹനങ്ങളെയും നിരീക്ഷിക്കും. ഇന്റർസെപ്റ്ററിലെ സ്ക്രീനിൽ ഈ ദൃശ്യങ്ങൾ തെളിയും. ഷെവർലെയുടെ എൻജോയ് വാഹനമാണ് ഇന്റർസെപ്റ്ററിന് വേണ്ടി വാങ്ങിയത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉൾപ്പെടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്പീഡ് റഡാർ ക്യാമറ വാഹനത്തിന്റെ പിൻവശത്താണ് ഘടിപ്പിച്ചിട്ടുള്ളത്. 250 മീറ്റർ ദൂരത്തു നിന്ന് വരുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യക്തമായി കാണാനാകും. സംശയം തോന്നുന്ന ഡ്രൈവർമാരെ പിടികൂടി ഇനി മുതൽ ഊതിക്കേണ്ട. പകരം ബ്രീത്ത് അനലൈസറിനടുത്ത് നിർത്തി സംസാരിച്ചാൽ മതിയാകും. ശ്വാസത്തിലൂടെ മദ്യത്തിന്റെ അംശം കണ്ടെത്താനാകും. മോട്ടോർ വാഹന വകുപ്പിന് നിലവിൽ 4 ഇന്റർസെപ്റ്ററുകളാണ് ഉള്ളത്. ഇവയാകട്ടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ല. ഈ സാഹചര്യത്തിലാണ് 7 സ്പീഡ് റേസറുകൾ കൂടി എത്തിയിരിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വടക്കേ നടയിൽ കണ്ട പടിക്കെട്ടുകൾ നികത്തിയ കുളത്തിന്റേതെന്ന സംശയം. ആർക്കിയോളജി വകുപ്പ് ഖനന വിഭാഗം അസിസ്റ്റന്റ് മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കണ്ടെത്തൽ. 2 മീറ്റർ 40 സെന്റിമീറ്റർ വിസ്തൃതിയിലുള്ള 3 കൽപ്പടവുകൾ മാത്രമാണ് ഖനനത്തിൽ കണ്ടെത്തിയത്. ഈ പടവുകൾ ക്ഷേത്രത്തിലേക്കോ ഭൂമിക്കടിയിലേക്കോ നീളുന്നില്ല. പണ്ട് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗം വയലായിരുന്നുവെന്നാണ് നിഗമനം. ക്ഷേത്രം ഉയർന്ന പ്രദേശത്താണ് നിലനിന്നിരുന്നത്. വയലിൽ നിന്നും ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലേക്ക് കയറാൻ വേണ്ടി നിർമ്മിച്ച പടവുകളാകാം ഇതെന്നാണ് നിഗമനം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് നികത്തിയതാകാമെന്നാണ് കരുതുന്നത്. പല അടുക്കുകളിലായിട്ടാണ് മണ്ണ് കാണപ്പെട്ടത്. വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇരുമ്പ് പൈപ്പിന്റെ ഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഒരു കുളമുണ്ടായിരുന്നതായി പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ച് ജിയോളജി വകുപ്പിന്റെ സഹായത്തോടെ പരിശോധിക്കും. ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായി ഓട്ടോമാറ്റിക് ബൊള്ളാടുകളും ലോഡ് ബ്ലോക്കറുകളും സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തപ്പോഴാണ് കൽപ്പടവുകൾ കണ്ടെത്തിയത്. കൽപ്പടവുകളെക്കുറിച്ചുള്ള പരിശോധന ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകും. ഇതിനുശേഷം സുരക്ഷാ ഉപകരണങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന നടപടികൾ ആരംഭിക്കും. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.